ഹായ്, പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇവിടെയും ഹൈറച്ചിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഹൈറച്ചിൻ്റെ ഇപ്പോഴത്തെ വക്താവ് അല്ലെങ്കിൽ ഒരു ഒരു വർഷം മുമ്പേ തന്നെ ഇങ്ങനെയൊന്നും പോയാൽ ശരിയാവില്ല, നമ്മൾ സെക്രട്ടേറിയറ്റ് വളയണം, ബന്ദ് ആഹ്വാനം ചെയ്യണം, കത്തിക്കണം എന്നൊക്കെ പറഞ്ഞു കിടന്ന ഒരു അഡ്മിനാണ് മിസ്റ്റർ ടെൽസൺ ജോസഫ്. നമ്മൾ അവനെ ടെൻഷൻ ജോസഫ് എന്നാണ് വിളിക്കാറ്. ടെൽസൺ ജോസഫിൻ്റെ ഈ ഒരു കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് എന്താണ് ഇവൻ ആൾക്കാരെ കൈ പൊക്കാൻ പറയുന്നു, കാല് പൊക്കാൻ പറയുന്നു, എത്ര ആളുണ്ട് എന്ന് എണ്ണ എടുക്കുന്നു, അപ്പോൾ അത് കണ്ട എന്താണ് ഇവൻ പ്ലാൻ ചെയ്യുന്നത് അറിയാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവനന്ന് കാര്യമായിട്ട് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ വിളിച്ചു. ഞാൻ ഒരുപാട് സമയം സംസാരിച്ചു. അവന് വേറെ പണിയും ദൂരമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവൻ അതിനെ പിന്നെ ഒരു വലിയ പ്രസംഗം തന്നെ നടത്തും. ഏതെങ്കിലും ഒരു വാക്കിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മതി. അങ്ങനെയുള്ള ഒരു വാക്കിനെ കൊണ്ട് അമ്മാനമാടുന്ന ഒരുത്തനാണ് ഈ ടെൻഷൻ ജോസഫ് എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ പറഞ്ഞു വരുന്നത്, എല്ലാവരും പോയില്ലേ, ഒരു ലീഡർമാരും ഇല്ല. ഏതെങ്കിലും നാഷണൽ പ്രൊമോട്ടറില്ല ആരെങ്കിലും ഒരാളുടെ ഒരു വോയിസ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? നാഷണൽ പ്രൊമോട്ടറിൽ ഈ ബാരിക്ക ഉണ്ടോ എന്നറിയില്ല. ബാരിക്കയാണ് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഒരു മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കുന്നത്. ബാരിക്കയല്ലാതെ വേറെ ഒരാളും ഇല്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ വന്നു പോയ ചില ആൾക്കാരൊക്കെയാണ് അജിത് ഷാജി, പിന്നെ നമ്മുടെ അയ്യൂബ് ഖാൻ പോലെയുള്ള ആൾക്കാർ. അവരൊക്കെ അപ്രത്യക്ഷമായിരിക്കുന്നു. എന്തുകൊണ്ടാണ് ലീഡർമാരൊക്കെ പിൻവാങ്ങിയത് എന്ന് അറിയാം. അതിലുള്ളൊരു കാരണം എന്ന് പറയുന്നത് അവർക്കറിയാം ഇത് തിരിച്ചു വരില്ല എന്ന്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ലീഡർമാരെ പൂട്ടിക്കിടക്കുന്ന കമ്പനിയിലേക്ക് കുറച്ചുകൂടി പൈസ ഇട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ അതിനൊക്കെ ഇവിടെ 10 ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് 100 കിട്ടാനുണ്ട്, അപ്പോൾ അതിൽ നിന്ന് 50 അടിക്കാം എന്നുള്ള രീതിയിലാണ് അവരൊക്കെ 10ഉം 20ഉം ഒക്കെ സ്വന്തം കീശയിൽ നിന്ന് 72 ലക്ഷമൊക്കെ ഇട്ട ആൾക്കാരൊക്കെ ഉണ്ട്. 1 ലക്ഷം കൊടുക്കുന്നു. അപ്പോൾ ഈ 275 കോടി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇവരൊക്കെ കുറച്ച് കാലമെങ്കിലും ഇവിടെ നിന്നത്. എന്തുകൊണ്ട് ശ്രീനിയും പ്രതാപനും രാജ്യം വിട്ട് ഒളിച്ചോടുന്നില്ല? അവര് തൃശ്ശൂർ വിട്ട് ഒളിച്ചോടിയിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് രാജ്യം വിട്ട് ഒളിച്ചോടുന്നില്ല എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരവും ഈ 275 കോടി തന്നെയാണ്. ഈ 275 കോടി അല്ലായിരുന്നെങ്കിൽ ഒരു 5-6 കോടി മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇവരൊക്കെ പണ്ടേ ഇവിടുന്നൊക്കെ വാനിഷ് ആയിട്ടുണ്ടാവും എന്നുള്ളതാണ്. ED വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ 1 മാസം ഒളിവിൽ താമസിച്ചവരാണ് ഇവർ. എന്നിട്ടാണ് ഇവർ പറയുന്നത് നമ്മൾ ഒളിച്ചോടിയിട്ടില്ല ഒളിച്ചോടില്ല എന്ന്. തക്കം കിട്ടിക്കഴിഞ്ഞാൽ ഇവർ പോകുമെന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെയാണ്, ഇതേപോലെ ഒളിച്ചോടിയ പാരമ്പര്യമുള്ളത് കൊണ്ട് തന്നെയാണ് ED കോടതി ഇവർക്ക് ജാമ്യവും കൊടുക്കാതിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചെറുപുഴയിൽ കണ്ണൂർ ജില്ലയിലെ ചെറുപുഴയിൽ കോടതിയുടെ നിർദ്ദേശപ്രകാരം പുതിയൊരു FIR കൂടി വന്നിരിക്കുകയാണ്. അത് പത്രത്തിൽ കണ്ട വാർത്തയാണ്. അപ്പോൾ ഇതേക്കുറിച്ച് നമ്മുടെ മന്ദബുദ്ധികളുടെ ഗ്രൂപ്പിൽ പറയുന്നത്, സന്തോഷം, ഭയങ്കര സന്തോഷമാണ്, ഒരു കേസ് ഡിസ്പോസ് ആയി. അപ്പോൾ എന്തിനാണ് ഇവരൊക്കെ കേസ് കൊടുക്കുന്നത്? കേസ് ഡിസ്പോസ് ആയി എന്നാണ് പറയുന്നത്. പിന്നെ കേസ് ഡിസ്പോസ് അല്ലാണ്ട് പിന്നെ നിങ്ങളെ കേസ് പോലെ ഡിസ്മിസ് ആണോ ആവുക? കേസ് ഡിസ്പോസ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തീരുമാനമായി എന്നാണ്. തീരുമാനമായി 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ആവശ്യം എന്താണോ FIR ഇടാൻ വേണ്ടിയിട്ടാണ് കേസ് കൊടുത്തിരിക്കുന്നത്. FIR ഇട്ടിരിക്കുന്നു. ഇനിയുള്ളത് അതിൻ്റെ നിയമപരമായ നടപടിക്രമങ്ങളിലൂടെ കടന്ന് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട പണം കിട്ടുക എന്നുള്ളതാണ്. അല്ലാതെ വേറെ ഒരു വഴിയും ഇവിടെ കാണുന്നില്ല എന്നുള്ളതാണ്.
FIR തന്നെയാണ് ഈ കമ്പനിക്ക് പ്രശ്നമായിട്ട് വരുന്നത്. FIR ഇട്ടവർക്ക് മാത്രമേ നിയമപരമായിട്ട് പൈസ കിട്ടുകയുള്ളൂ എന്നത് ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നാളെ സുപ്രധാനമായിട്ടുള്ള ഒരു ദിവസമാണ്. നാളെ 99% വിധി ഓപ്പൺ കോടതിയിൽ പറയാൻ സാധ്യതയുണ്ട് എന്നാണ് ഇന്ന് അവിടെ കോടതിയിൽ പോയ ആൾക്കാർ പറയുന്ന വിവരം. അപ്പോൾ നാളെ ഇതിനെക്കുറിച്ച് പറയും എന്നുള്ളതാണ്. ഇന്ന് 3 CMBകൾ ഇതുമായി ബന്ധപ്പെട്ട് ഫയൽ ചെയ്ത 3 CMBകൾ അലോ ചെയ്തിട്ടുണ്ട്. അതോടുകൂടി ഇതിലെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. അപ്പോൾ ആ CMB അലൗഡ് ചെയ്തു. ഇനി ഇതിലെന്താണ് ആ CMBയിലെ കാര്യങ്ങളൊക്കെ ജഡ്ജി കേട്ടതാണ്. ഇനി ഇതിൽ എന്താണ് തീരുമാനം എന്നുള്ളതാണ്. അപ്പോൾ അത് നാളെ രാവിലെ 11:30 നിങ്ങളെല്ലാവരും തന്നെ അറിയും. അതിനുവേണ്ടി കാത്തിരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ബൈ.